ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, അതിലെ കോമ്പോണൻസ് എന്താണ്, അതുപോലെ മേജർ ഐറ്റംസ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ it contains all the transactions relating to changes in a country's foreign financial assets and liabilities. ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ അസറ്റ്സും ലയബിലിറ്റീസും അത് ഔട്ട്സൈഡ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ ബൗണ്ടറി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡീൽ ചെയ്യുക. അതിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ വരും. അതിന്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും രണ്ടും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. പ്രധാനമായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രൈവറ്റ് ക്യാപിറ്റൽ, ബാങ്കിങ് ക്യാപിറ്റൽ, ഒഫീഷ്യൽ ക്യാപിറ്റൽ, ഇതിന്റെ ക്രെഡിറ്റ്സും ഡെബിറ്റ്സും ആണ് നമ്മൾ ഇതിനകത്ത് വരിക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്രൈവറ്റ് ക്യാപിറ്റൽ. പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസികളോ ബാങ്കുകളോ അല്ലാത്ത ആര് ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സോ ലയബിലിറ്റീസോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പ്രൈവറ്റ് ക്യാപിറ്റലിന് കീഴിലായിരിക്കും അക്കൗണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഫോറിൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 1 ഇയർ താഴെയുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം പ്രൈവറ്റ് ക്യാപിറ്റലായിട്ടും 1 ഇയറിന് മുകളിലുള്ള ലോൺ ആണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം പ്രൈവറ്റ് ക്യാപിറ്റലായിട്ടാണ് അക്കൗണ്ട് ചെയ്യപ്പെടുക. അതേപോലെ ഞാൻ ഇപ്പോൾ മൗറീഷ്യസിൽ ഞാനൊരു 10 വർഷത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഷെയർസിൽ ഫിനാൻഷ്യൽ അസറ്റ് ആണ്, 1 ഇയറിന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് അനുസരിച്ച് പ്രൈവറ്റ് ക്യാപിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. 1 ഇയറിന് മുകളിലാണെങ്കിൽ അത് ലോങ് ടേം, 1 ഇയറിൽ താഴെയാണെങ്കിൽ അത് ഷോർട്ട് ടേം. ഇതേ കാര്യങ്ങൾ തന്നെ ഒരു ബാങ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അത് കൊമേഴ്സ്യൽ ബാങ്ക് ആവാം, കോപ്പറേറ്റീവ് ബാങ്ക് ആവാം. പുറമെ ഫിനാൻഷ്യൽ അസറ്റ്സോ ലയബിലിറ്റീസോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാങ്കിങ് ക്യാപിറ്റലിന്റെ അണ്ടറിലായിരിക്കും വരിക. അതിൽ പറയുമ്പോൾ ഇപ്പോൾ ഒരു ബാങ്ക് പുറമേക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരും. പുറമേ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വരും. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെയും ഫിനാൻഷ്യൽ അസറ്റ്സും ലയബിലിറ്റീസും ബാങ്കിങ് ക്യാപിറ്റൽ അണ്ടറിലാണ് അക്കൗണ്ട് ചെയ്യുക. മൂന്നാമത് വരുന്നത് ഒഫീഷ്യൽ ക്യാപിറ്റൽ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ RBIയോ ലോൺ എടുക്കുകയോ ലോൺ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ അതെല്ലാമാണ് ഇവിടെ ഒഫീഷ്യൽ ക്യാപിറ്റലിന്റെ കീഴിൽ വരിക. ഈ കോമ്പോണൻസ് നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ആക്ച്വലി RBIയുടെ വെബ്സൈറ്റിൽ ഇത് കുറച്ചും കൂടി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഈ പ്രസന്റേഷന്റെ ഏറ്റവും അവസാനം നമുക്ക് നോക്കാം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന പ്രധാനപ്പെട്ട ഡെബിറ്റ്സും ക്രെഡിറ്റ്സും ആണ് നമ്മൾ പിന്നീട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് എബ്രോഡ് ആണെങ്കിൽ അത് ഡെബിറ്റ്സ് വരും. ഫോറിൻ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് വരും. ഗവൺമെന്റ് ലോൺ കൊടുക്കുകയാണെങ്കിൽ ഡെബിറ്റ് വരും. പുറമെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് വരും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും അത് ഡെബിറ്റ് വരും. പുറമേ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ കൺട്രി അത് ക്രെഡിറ്റ് വരും. ഡയറക്ട്ലി ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI വരുവാണെന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ്സ് വരും. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ്സ് വരും ക്യാപിറ്റൽ അക്കൗണ്ടിൽ. പുറമേ നിന്ന് ഒരു ഗവൺമെന്റ് ഇപ്പോൾ UK ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ലോൺ തരുവാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് വരും. പുറമേ നിന്ന് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്രെഡിറ്റ് വരും. അത് ഷോർട്ട് ടേം ആവാം, അത് ലോങ് ടേം ആവാം. ഇത് ഡെഫിസിറ്റ് വരാനുള്ള പല പല കാരണങ്ങളുണ്ട്. ഒന്ന് പുറമേ നിന്നുള്ള ഫിനാൻസിങ് കുറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റ് കൂടുന്നതാവാം. പലപ്പോഴും കറണ്ട് അക്കൗണ്ടിന്റെ ഡെഫിസിറ്റ് ഫിനാൻസ് ചെയ്യുന്നത് ചിലപ്പോൾ IMF വഴിയാവാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ക്യാപിറ്റൽ വഴിയാവാം. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന്റെ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് കടമെടുക്കുന്നുണ്ടെങ്കിൽ അതും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെഫിഷ്യന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ളതാണ്, അതും പലപ്പോഴും ഡെഫിസിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആസ് ഓഫ് 31st December 2025 ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് സമയം പോലെ നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് നോളജ്. ആസ് ഓഫ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ പറയുന്ന കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും റിസർവ് അക്കൗണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ കണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലെ മേജർ ആയിട്ടുള്ള കോമ്പോണൻസ് എന്താണ്, പ്രൈവറ്റ് ക്യാപിറ്റൽ ഉണ്ട്, ബാങ്കിങ് ക്യാപിറ്റൽ ഉണ്ട്, ഒഫീഷ്യൽ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഡെഫിസിറ്റ് വരാനുള്ള സാധ്യതകളുള്ളത്. ഓക്കെ, താങ്ക് യു.